നിയ ക്ലോക്കിന്റെ കണക്ക് നോക്കി. പകൽ 11 മണിയാകാൻ 17 മിനിറ്റ്. റീസസിന് 18 മിനിറ്റ്. അവൾ അർജുനെ അടുക്കിയൊരു കുരുനീരൊപ്പമിച്ചു. ഇത് അവിടെ തന്നെയുണ്ട്. രാവിലെ ഞാൻ കണ്ടു. മിഷൻ മൂൺബേസ്. ഒടുവിലത്തെ കോപ്പി. അർജുൻ അധ്യാപകനെ നോക്കി. അവൻ സമീകരണങ്ങൾ എഴുതിക്കൊണ്ടിരുന്നു. ക്ലാസ്സിലാണ് നമ്മൾ. എനിക്ക് എന്തിനു പോകണം? നീ ഉയരമുള്ളവനാണ്. പുസ്തകം മുകളിൽ തന്നെ. പ്ലാൻ എന്താണ്? ഞാൻ നഴ്സിനെ കാണാൻ പോയായി. നീ 5 സെക്കൻഡ് കഴിഞ്ഞു വരണം. ക്ലാസിക്. അർജുൻ പറഞ്ഞു. നിയ കൈ ഉയർത്തി. മാം, കുറച്ച് അസുഖം തോന്നുന്നു. മിസ് രേണുക ചോദിച്ചു. വേറൊരു പ്രാവശ്യമോ? ശരി, പോ. ടീച്ചർ സമ്മതിച്ചു. അർജുൻ കാത്തിരുന്നു. 5 സെക്കൻഡ് കഴിഞ്ഞ് ചുമയ്ക്കൽ നടിച്ചു. നീയും പോ. നാടകം വേണ്ട, ടീച്ചർ പറഞ്ഞു. അവർ ക്ലാസ് വിട്ട് പുറത്തുപോയി. അർജുൻ ലൈബ്രറിയിൽ ചെന്നു. മുകളിൽ ഷെൽഫിൽ മിഷൻ മൂൺബേസ് കാണിച്ചു. സ്റൂളിൽ കയറി. കൈ നീട്ടി. വിജയം. അതുപോലെ ബെൽ ആയിരിച്ചു. പകൽ 11 മണിയാകാൻ 10 മിനിറ്റ്. നിയ കോണിൽ നിന്ന് പറഞ്ഞു. ക്ലാസ് ഇറങ്ങിയിട്ടില്ല. നമുക്ക് വേഗം പോകാം. അർജുൻ പുസ്തകം പിടിച്ചു. കാലടി ചെറിയതായി വെച്ചു. ക്രാഷ്. കയറിൽ തട്ടി. അർജുൻ ക്ലാസ്സിലേക്ക് വീണു. ഡസ്റ്റ്ബിൻ മറിഞ്ഞു. മൗനം. പിന്നെ മുഴുവൻ ക്ലാസ് ചിരിച്ചു. മിസ് രേണുക തിരിഞ്ഞു. നിങ്ങൾ പഠിക്കാനാണ് ആഗ്രഹമല്ലേ? അർജുനിന്റെ മുഖം ചുവന്നു. ഞങ്ങൾ പുസ്തകം രക്ഷിക്കാനായി പോയതായിരുന്നു, നിയ പറഞ്ഞു. ഓ, വളരെ ധൈര്യത്തോടെ. ഡിറ്റൻഷൻ. ഇരുവരും വീണ്ടും ക്ലാസ്സിലിരുന്നു. ടേബിളിൽ മിഷൻ മൂൺബേസ്. ആദ്യ അധ്യായം വായിക്കട്ടെ? നിയ ചോദിച്ചു. ശബ്ദത്തിൽ വായിക്കൂ, അർജുൻ പറഞ്ഞു. അവൾ വായിച്ചു. അവർ ചിരിച്ചു, ആശ്ചര്യപ്പെട്ടു, കഥാപാത്രങ്ങളെക്കുറിച്ച് സംസാരിച്ചു. 1 മണിക്കൂർ കഴിഞ്ഞെന്ന് അവർക്കുപോലും അറിയില്ല. ഇതിന് വിലയുണ്ടോ? നിയ ചോദിച്ചു. തികഞ്ഞ വില, അർജുൻ പറഞ്ഞു. പാഠം. സ്കൂളിൽ നിയമങ്ങളുണ്ടാവും. പക്ഷേ ഓർമ്മകളും സൗഹൃദങ്ങളും ഇതിലുപരി പ്രധാനമാണ്. ചിലപ്പോൾ നിയമം മറികടക്കുമ്പോഴാണ് ഏറ്റവും മനോഹരമായ കഥകൾ തുടങ്ങുന്നത്.